Shuot, a real Pentecost. പെന്തിക്കോസ്റ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനത്തിൻ്റെ ശക്തി നിങ്ങളെ കീഴ്മേൽ മറിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ തുടങ്ങുകയാണ് പാത്വേസ് ഓഫ് പെന്തിക്കോസ്റ്റ്. പെന്തിക്കോസ്റ്റിൻ്റെ നാൾ വഴിയിലൂടെ നമ്മൾ നടന്ന് നീങ്ങുകയാണ്. പെന്തിക്കോസ്റ്റൽ ഡേയെ നമ്മളതിൻ്റെ എക്സ്പീരിയൻസിനെ നമ്മൾ നേർക്കുനേർ ഫേസ് ചെയ്യുമ്പോൾ പെന്തിക്കോസ്റ്റ് ഡേ ക്രിസ്തീയ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഇത് ലോകത്തെ രണ്ടായി കീഴ്മേൽ മറിച്ച് പ്രീ പെന്തിക്കോസ്റ്റ് എന്നും പോസ്റ്റ് പെന്തിക്കോസ്റ്റ് എന്നും നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രീ പെന്തിക്കോസ്റ്റ് രണ്ട് ഡിവിഷനിൽ, പ്രീ പെന്തിക്കോസ്റ്റിൽ 3 പ്രധാനപ്പെട്ട സെഷനുകളെ ദൈവം ഓരോ പാത്വേസിലൂടെ ഒരുക്കി മാറ്റിമറിച്ചു. ഒന്ന്, അത് തുടങ്ങുക പ്രിപ്പറേഷനിലാണ്. ഓൾഡ് ടെസ്റ്റമെന്റ്, അതായത് പ്രോഫസീസ് മുഴുവന് ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു വരിക. ഇത് വളരെ പ്രാധാന്യമേറുന്നത് ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായത്തിലെ ആഴ്ചകളുടെ തിരുനാളുകളിലൂടെ ഇത് തുടങ്ങുകയാണ്. പിന്നീട് ഈ പെന്തിക്കോസ്റ്റ് ജോയൽ 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കുമെന്നും സകലരുടെ മേൽ ആത്മാവിനെ അയക്കുമെന്നും അങ്ങനെ പ്രവചനങ്ങളുടെ ഒരാത്മാവിനെ ഇവിടെ നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുക പഴയ നിയമ കാലഘട്ടങ്ങളിലെ പ്രവചനങ്ങളും ഒരുക്കങ്ങളും മറ്റ് ചില സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള റിഫ്ലക്ഷനുമാണ് ഇവിടെ കടന്നു വരിക. യഥാർത്ഥത്തിൽ പുറപ്പാടിൽ എക്സോഡസ് ചാപ്റ്റർ 13-14 അധ്യായങ്ങളിലൂടെ കടന്നു വരുമ്പോൾ 12-ാം അധ്യായത്തിൽ നടക്കുന്ന പെസഹയാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷനായി യഹൂദ വംശം ഏറ്റെടുക്കുന്നത്. അതിൻ്റെ അനുസ്മരണമായി പെസഹായും അതിനുശേഷം കടന്നു വരുന്ന 50-ാമത്തെ ദിവസം പെന്തിക്കോസും കടന്നു വരുമ്പോൾ ഈ ഒരുക്കങ്ങളെല്ലാം പ്രിപ്പറേഷൻ പാത്വേസ് ആയിരുന്നു. രണ്ടാമത്തെ പ്രീ പെന്തിക്കോസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുക, പാത്വേ എന്ന് പറയുക, സുവിശേഷങ്ങളാണ്, ഗോസ്പൽസ്. പ്രത്യേകിച്ച് 2 സുവിശേഷങ്ങൾ, ലൂക്കാസ് ലീഹായുടെയും അതോടൊപ്പം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എടുത്താൽ ഈ 2 ഭാഗങ്ങളും നമ്മളെ ഈ ഒരു പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. എവിടെയാണോ വിശുദ്ധ ലൂക്കാസ് ലീഹ നിർത്തിയിടത്താണ് അപ്പോസ്തല പ്രവൃത്തികളിൽ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും തുടങ്ങുക പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസ്. അതേ മലയും അതേ സമയത്തിൻ്റെയും ഒരു എക്സ്റ്റൻഷനാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കാസ് സുവിശേഷത്തിൽ നിന്ന് കടന്നു വരിക. 49-ാം വാക്യം, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവാൻ കാത്തിരിക്കുവാൻ ഉത്ബോധിപ്പിക്കുകയാണ്. ഇത് തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 1:4 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, അതായത് പിതാവായ ദൈവം അയക്കുന്ന ആ വലിയ അനുഗ്രഹമാകുന്ന സമ്മാനം, ഗിഫ്റ്റ്, അതുമല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നമ്മൾ കാത്തിരുന്ന് സ്വീകരിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ ഒരു വലിയ പോയിന്റിൽ കാത്തിരിപ്പിലൂടെ സുവിശേഷം തുടങ്ങുകയാണ്. പിന്നീട് ഇവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, ആക്ട്സ് ചാപ്റ്റർ 1:8, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. ഇതിൽ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും എന്നത് തന്നെ. ഇവിടെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഒന്ന്,
ശക്തി ധരിക്കുന്ന ഒരു അനുഗ്രഹം, 2 കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹം. രണ്ടും ശ്രദ്ധയോടെ നമുക്ക് ശ്രമിക്കാം. ശക്തി എന്ന ഗ്രീക്ക് വേർഡ് 2 വാക്യങ്ങളിലാണ് ഉപയോഗിക്കുക. ഒന്ന്, എക്സോസിയ എന്നൊരു വേർഡ് ഉപയോഗിക്കുന്നു. 2, ഡുനാമിസ് എന്നൊരു പദവും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ശക്തിയാണെങ്കിലും എക്സോസിയ എന്ന പദം ഉപയോഗിക്കുക അതോറിറ്റിയിലൂടെ ലഭിക്കുന്ന ശക്തി എന്നാണ് വ്യക്തമാക്കുക. അധികാരം, ദൈവം നൽകിയ അധികാരത്തിന്റെ ശക്തിയാണ് അവിടെ പ്രകടമാവുക. 2, ഡുനാമിസ്, അത് ശക്തിയാണ് എങ്കിലും ആ ശക്തിയെ ഉപയോഗിക്കുവാനുള്ള ഒരു കഴിവ്, ഈ അതോറിറ്റിയിലൂടെ നേടിയെടുക്കുന്ന ഒരു എബിലിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറയുക. ശ്രദ്ധിക്കുക, 1 അതോറിറ്റിയും 2 ഈ അതോറിറ്റിയിലൂടെ ലഭിക്കുന്ന ശക്തിയെ ഉപയോഗിക്കുവാനുള്ള ഒരു എബിലിറ്റിയുടെ ഒരു മീനിങ് ആണ് യഥാർത്ഥത്തിൽ ഡുനാമിസ് എന്ന പദം ഡിസ്ക്ലോസ് ചെയ്യുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുക. യഥാർത്ഥത്തിൽ ഡ്രൈവിങ്ങിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ടെസ്റ്റ് പാസ്സാകുന്നു, പ്രൊഫഷണലി നമ്മൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നു എന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ലീഗലൈസ്ഡ് ആയിട്ട് റോഡിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതിന് നമ്മളുടെ കൂടെ ഒരാൾ ട്രെയിനറായി കൂടെ ഉണ്ടാവണം. എന്നാൽ യഥാർത്ഥമായ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഒഫീഷ്യലി അത് ഡിക്ലെയർ ചെയ്ത് നമ്മുടെ മേൽ വരുമ്പോൾ, അന്നു തൊട്ട് നമ്മുടെ എക്സ്പീരിയൻസിനാൽ ഈ അതോറിറ്റിയെ നമുക്ക് ഉപയോഗിക്കുവാനും പല വളവുകളും പല കുഴികളും നമ്മൾ വളരെ വളരെ ട്രെയിൻഡായി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു എക്സ്പേർട്ട് വ്യൂ പോയിന്റിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവിൽ നമ്മൾക്ക് ലഭിക്കുന്ന ശക്തി, നമ്മൾ വിളിയുള്ളതും തെരഞ്ഞെടുക്കപ്പെട്ടതും ബാപ്റ്റിസത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കുവാനുള്ള ഒരു എബിലിറ്റി, അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഒരു പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നീഡഡ് ആണ്. ഓർക്കുക, ഓൾഡ് ടെസ്റ്റമെന്റൽ പ്രൊഫസീസും ഒരുക്കത്തിൻ്റെയും സമയം, അത് നമ്മളെ മുന്നോട്ട് നയിക്കുക അടുത്ത ലെവലിലേക്കാണ് സുവിശേഷം. ഇവിടെ നമ്മളോട് കാത്തിരിക്കുവാനും ദൈവത്തിൻ്റെ ശക്തിക്കായി ഒരുങ്ങുവാനും ഒക്കെ നമ്മളോട് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് യോഹന്നാൻ ശ്ലീഹായുടെ 14-15 അധ്യായങ്ങളിൽ തിയററ്റിക്കലി, അതായത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായകനാണെന്നും നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ കൂടെ നിൽക്കുമെന്നും ഒക്കെയുള്ള വാഗ്ദാനം കടന്നു വരുന്നതായി കാണുവാൻ പറ്റും. 14-ാം അധ്യായത്തിൽ യേശു പിതാവിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരധ്യായത്തിൽ നിന്ന്, നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്നും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആത്മാവിനെ നൽകുമെന്നുള്ള ബോധ്യത്തോടെ ഒരു വാഗ്ദാനമാണ് ലഭിക്കുക. പിന്നീട് 15-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ പിതാവിൻ്റെ സഹായകൻ 26-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു, സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുമെന്നുള്ള പ്രിപ്പറേഷൻ. അങ്ങനെയുള്ള തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒരുങ്ങുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഓൾഡ് ടെസ്റ്റമെന്റ്, പിന്നീട് ശക്തിയും കാത്തിരിപ്പിനും വേണ്ടിയുള്ള ഒരുക്കം, 3-ാമത് കാത്തിരിപ്പ്, വെയിറ്റ്. കാത്തിരിപ്പ്, ഇവരൊരുമിച്ചൊരു സ്ഥലത്ത് 120ഓളം പേര് അപ്പർ റൂമിൽ കാത്തിരിക്കുകയായിരുന്നു. വെറും ഒരു മനുഷ്യരെ പോലെ അവർ പ്രാർത്ഥനയോടെ മാത്രം കാത്തിരുന്നു എന്നാണോ നമ്മൾ വിചാരിക്കുക? അല്ല. വെയിറ്റ് എന്ന വാക്കിനർത്ഥം, ഒരു മരമാണെങ്കിൽ അത് വെയിറ്റ് ചെയ്താൽ അതിൻ്റെ വേരുകൾക്ക് ആഴം കൂടും. ഒരു വെയിറ്ററോടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, അവൻ നമ്മൾക്കായി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അനങ്ങാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല,
അവൻ ബിസി ആയിരിക്കും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കാത്തിരിക്കുവാൻ പറഞ്ഞാൽ ആ കാത്തിരിപ്പിൽ നമ്മൾ ബിസിയാണ് എന്നത് വ്യക്തമാക്കുക. ദൈവവചന പഠനം, ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ്, പ്രാർത്ഥനകൾ, അതുപോലെ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിങ്, ജനതകളോടുള്ള കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെയെല്ലാം ഇവർ തയ്യാറായിരുന്നു. അറ്റ് ദ സെയിം ടൈം അപ്പസ്തോല പ്രവൃത്തികളിൽ 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും, അവർ നഷ്ടപ്പെട്ട യൂദാസിന് പകരമുള്ള ആളെ തെരഞ്ഞെടുക്കുന്ന പ്രാർത്ഥനയിലും പ്രോസസ്സിലും കുറിയിടിയിലും അപ്പസ്തോല പ്രവർത്തന മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന രീതിയിൽ അവർ അവരെ തന്നെ പ്രിപ്പയർ ചെയ്തു. വെയിറ്റ് മീൻസ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രിപ്പറേഷൻ പോയിന്റിൽ അവർ ബിസിയായി, ആത്മാവിൽ ബിസിയായി മുന്നോട്ട് പോകുന്ന പ്രോസസ്സാണ്. പിന്നീടാണ് പെന്റിക്കോസ്റ്റൽ ഡേ ഇവിടെ നടക്കുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, പെന്റിക്കോസ്റ്റൽ ഡേയുടെ എക്സ്പീരിയൻസ് കടന്നു വരുന്നു. ഇതോടുകൂടി പ്രീ പെന്റിക്കോസ്റ്റിന്റെ പാത്വേ ഫിനിഷ് ചെയ്യുന്നു. പിന്നീട് തുടങ്ങുകയാണ് പോസ്റ്റ് പെന്റിക്കോസ്റ്റ്. അത് 2 ആംഗിളുകളിലാണ് നിൽക്കുക. ഒന്ന്, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റലിൽ നമുക്കറിയാം, ദൈവത്തിന്റെ സുവിശേഷം 4 സുവിശേഷങ്ങളും 33 വർഷം. അറ്റ് ദ സെയിം ടൈം അപ്പസ്തോല പ്രവൃത്തികളും ഓൾമോസ്റ്റ് 33 വർഷമാണ്. പ്രാക്ടിക്കലാണ്. തിയറിറ്റിക്കൽ കഴിഞ്ഞു, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട മേഖലകൾ 2-ാം അധ്യായത്തിൽ പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസ്, 3-ാം അധ്യായം പത്രോസും യോഹന്നാനും 9-ാം മണിക്കൂറിൽ, അതായത് ഈവനിങ് ടൈമിൽ, ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത് അവർ നടന്നു പോകുന്ന, ദേവാലയത്തിലേക്ക് പോകുന്ന സമയം മുടന്തനെ സൗഖ്യപ്പെടുത്തുന്നു. 6-ാം വാക്യം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നു. മാനിഫെസ്റ്റ് ചെയ്യുകയാണ് പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസിലൂടെ. ഒന്ന്, എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? മുടന്തന് സൗഖ്യം ലഭിക്കുന്നു. വർഷങ്ങളായി അവൻ മുടന്തനായ, ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. ഇവിടെയാണ് പത്രോസും യോഹന്നാനും ഈ ആളെ സൗഖ്യപ്പെടുത്തുക. സൗഖ്യം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഇവർ ഡിക്ലെയർ ചെയ്യുക യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതായത് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ നാമം ഡിക്ലെയർ ചെയ്യുവാൻ പെന്റിക്കോസ്റ്റൽ ഡേയുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഉപയോഗിക്കുകയാണ്. തുടക്കം നാമം, ജീസസ്, ജെഹോവ സേവ്സ്, യഹോവ രക്ഷിക്കുന്നവനാകുന്നു എന്ന യാഹ്വേ എന്ന ആ വലിയ സത്യം ജനതകളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നു. എല്ലാം മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും പാടുന്ന യേശു മാത്രം കർത്തനെന്ന ആ വലിയ സത്യം ആദ്യമായി നസ്രാനായ യേശു ക്രിസ്തു എന്ന ആ വലിയ അഡ്രസ് ലോക ചരിത്രത്തിൽ കടന്നു വരിക പെന്റിക്കോസ്റ്റിന്റെ നെക്സ്റ്റ് ചാപ്റ്ററിലാണ്. പിന്നീട് പത്രോസ് വീണ്ടും പ്രസംഗിക്കുകയാണ്. ഇവിടെ പത്രോസും യോഹന്നാനും ഈ മുടന്തന്റെ സൗഖ്യത്തെ ആസ്പദമാക്കി സംസാരിക്കുകയും നിരവധി പേരെ പരിശുദ്ധാത്മാവിനാൽ അവർ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. 4-ാം അധ്യായം, അവർ പത്രോസും യോഹന്നാനും സംഘത്തിന് മുമ്പിൽ, ട്രയൽസ്, ഒരു കോർട്ടിന്റെ മുന്നിൽ വന്ന് ജഡ്ജിമെന്റിന് വിളിക്കപ്പെടുന്ന സമയം പരിശുദ്ധാത്മാവിനാൽ, 4-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു എന്ന് വെച്ചാൽ തങ്ങളുടെ ദൈവിക ആശയത്തെ, തങ്ങളുടെ മാസ്റ്ററിനെ, ഗുരുവിനെ അവർ ജനതകളുടെ മുമ്പില് ഈ വാദ പ്രതിവാദ മേഖലയിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് പ്രൂവ് ചെയ്യുന്നു. ഒരു വലിയ സാധ്യത അവിടെ തുറക്കുന്നു. പിന്നീട് 5-ാം അധ്യായം വരുമ്പോഴ് പരിശുദ്ധാത്മാവ് മുഖേന അവർക്കെതിരെ കടന്നു വരുന്ന കള്ളം, ഒരു നുണയെ, അനന്യ, സഫീറ എന്ന വ്യക്തിത്വങ്ങളെ പരിശുദ്ധാത്മാവ് മുഖേന പത്രോസ് ഡീൽ ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. 5-ാം അധ്യായം 9-ാം വാക്യം, അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ
നിങ്ങൾ ഒത്തുചേർന്നത് എന്ത്? പരിശുദ്ധാത്മ മുഖേന എതിർത്തു പ്രവർത്തിക്കുന്ന നുണയുടെ ആത്മാവിനെ അവർ പ്രതിരോധിക്കുന്നു. 6-ാം അധ്യായം 7 ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുന്നു പരിശുദ്ധാത്മാവ് മുഖേന. കാരണം ആ സമയത്ത് തങ്ങളുടെ സഹായവേതനത്തിൽ വിധവകൾ അവഗണിക്കപ്പെടുന്നു എന്ന് ഗ്രീക്കുകാർ കംപ്ലൈന്റ് ചെയ്തു. ഇവിടെ ഈ ചാരിറ്റിയും സുവിശേഷവും ഒരുപോലെ കൊണ്ടുപോവുക സാധ്യത വളരെ പ്രയാസമാണെന്ന് മനസ്സിലാക്കി പത്രോസ് പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞു, സഹോദരെ, സുസമ്മതരായ 7 പേരെ ഡീക്കന്മാരെ തെരഞ്ഞെടുക്കാൻ. അങ്ങനെ ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുന്നു. പിന്നീട് 7-ാം അധ്യായം സ്തേഫാനോസ് പ്രസംഗം നടക്കുകയാണ്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ സുവിശേഷം എത്തിക്കുന്നതായി കാണുവാൻ പറ്റും. ഈ സമയം കോപക്രാന്തരായി അവർ പല്ലുകടിച്ച് അവനെതിരെ കല്ലെറിയാൻ ഓടിയെടുക്കുമ്പോൾ 55-ാം വാക്യം 7-ാം അധ്യായം, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. 8-ാം അധ്യായം സാവൂൾ സഭയെ പീഡിപ്പിക്കുകയാണ്. ഇവിടെ 4-ാം വാക്യത്തിൽ ഈ സാവൂൾ മുഖേന ചിതറിക്കപ്പെട്ട നിരവധി പേർ പല സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയും സമരിയയിലെത്തി അവർ സുവിശേഷം പറയുകയും ചെയ്തു. അങ്ങനെ അവിടെ നിരവധിയായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ദൈവത്തിന്റെ സഭ അവിടെ പണിതുയർത്തുവാൻ കാരണമായി. പിന്നീട് എത്യോപ്യയിലേക്ക് കടന്നു പോകുവാൻ പീലിപ്പോസിന് അവസരമുണ്ടായി. പരിശുദ്ധാത്മാവിനാൽ എത്യോപ്യക്കാരനായ ഷണ്ടനെ കൺവേർഷൻ ഉണ്ടാകുന്നു. കാലങ്ങൾക്ക് ശേഷം ഷണ്ടനായവൻ എത്യോപ്യയിലെത്തി എത്യോപ്യയെ സുവിശേഷം എത്തിക്കുവാൻ അവന്റെ ജീവിതം മാറ്റിവെക്കുന്നു. 9-ാം അധ്യായം സാവൂളിന്റെ മാനസാന്തരം. സാവൂളിനെ അവസാനമായി യേശുക്രിസ്തു കൂട്ടിമുട്ടുകയാണ്. അതായത് 500 പേരോളം ആളുകളെ കൂട്ടിമുട്ടി, എങ്കിലും അവസാനമായി ഈ വ്യക്തിയെ കൂട്ടിമുട്ടി. പിന്നീട് സാവൂളിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ അനനീയാസ് എന്ന ഒരാളിലൂടെ തലയിൽ കൈവച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി എന്നെ അയച്ചു എന്ന് പറഞ്ഞ് 17-ാം വാക്യം 9-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ പ്രവർത്തനം നടക്കുന്നു. 10-ാം അധ്യായം കേസറിയയിൽ കോർണലിയോസ് എന്നൊരുവൻ, വളരെ ജ്ഞാനിയായ ഒരു കുടുംബം, ദൈവമയമുള്ള ഒരു കുടുംബം, ഭക്തിയുള്ള ഒരു കുടുംബം, അവൻ പത്രോസ് എന്ന ആളെ ശിമിയോനെ ആളയച്ചു വരുത്തി ദർശനത്തിലും വെളിപാടിലും കടന്നു പോകുന്നു. വീണ്ടും 11-ാം അധ്യായം പത്രോസ് ന്യായവാദം നടത്തുന്നു. പിന്നീട് സഭ അന്ത്യോക്യയിലെത്തുന്നു. ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഇവരെ നോക്കി ക്രിസ്ത്യാനി എന്നൊരു പദം അവിടെ വെച്ച് കടന്നു വരുന്നു. അത് 11-ാം അധ്യായം 26-ാം വാക്യം. പിന്നീട് 12-ാം അധ്യായം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി യാക്കോബ് വധം ഏറ്റെടുക്കുന്നു. പിന്നീട് കാരാഗ്രഹത്തിൽ പത്രോസിന് പരിശുദ്ധാത്മാവിനാൽ അത്ഭുതം നടക്കുന്നു. ബർണബാസും സാവൂളും 13-ാം അധ്യായത്തില് എല്ലാം പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവാണ്. പിന്നെ ഇക്കോണിയത്തിൽ പൗലോസ് എത്തുന്നു, അവിടെ കൺവേർഷൻ ഉണ്ടാകുന്നു. 15-ാം അധ്യായത്തില് ജെറുസലേം സുനഗോസ് നടക്കുന്നു. 16-ാം അധ്യായത്തില് തിമോത്തിയോസ് പരിശുദ്ധാത്മാവിനാൽ കടന്നു വരുന്നു. 17-ാം അധ്യായം തെസ്സലോനിക്കയിൽ അജ്ഞാതദേവൻ, പേര് എഴുതാത്ത ഒരാളെ പൂജിക്കുന്നിടം യേശുക്രിസ്തുവിന്റെ നാമം എത്തുന്നു. 18-ാം അധ്യായം കോറിന്തോസില്, 19-ാം അധ്യായം എഫെസോസില്, ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അങ്ങനെ ഈ അപ്പസ്തല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, പോസ്റ്റ് പെന്തിക്കോസ്റ്റ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അത് അവസാനിക്കുന്നത് പുതിയ ജെറുസലേമാകുന്ന വെളിപാടിലാണ്. അതായത് കർത്താവിന്റെ 2-ാം വരവിൽ ഒരു പുതിയ ജെറുസലേം വരികയും ദൈവജനം ദൈവത്തോട് ചേരുന്ന ഒരു പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസിന്റെ പരിസമാപ്തി. ഇവിടെ വെളിപാടിന്റെ 2-3 അധ്യായങ്ങൾ എടുത്താൽ അവിടെ 7 സഭകൾ. അതിൽ 2-ാം അധ്യായം എഫെസസിലെ സഭ, അതിന്റെ 7-ാം വാക്യം ആത്മാവ്
സഭകളോട് അരുളി ചെയ്യുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും എന്നുള്ള ആത്മാവ് സഭകളോട് പറയുന്നു. അത് കേൾക്കുവാൻ ആവശ്യപ്പെടുന്നു. 2 സ്മിർനായിലെ സഭ 11 വാക്യം ആത്മാവ് സഭകളോട് പറയുന്നു. 3 പെർഗാമോസിലെ സഭ 17 വാക്യം ആത്മാവ് സഭകളോട് പറയുന്നു. 4 തിയത്തീരയിലെ സഭ അതിൻ്റെ 29 വാക്യം 2 അധ്യായം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 3 അധ്യായം സാർദീസിലെ സഭ 6 വാക്യം ആത്മാവ് സഭകളോട് പറയുന്നു. പിന്നീട് 6 സഭ ഫിലാദൽഫിയ 13 വാക്യം ആത്മാവ് സഭകളോട് പറയുന്നു. പിന്നീട് ലാവോദോക്കിയ 7 സഭ 22 വാക്യം ആത്മാവ് സഭകളോട് പറയുന്നു. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റുക പെന്തിക്കോസ്റ്റ് നമ്മൾക്ക് നൽകുന്ന പാത്വേസ് ആണ്. 1 ഓൾഡ് ടെസ്റ്റമെന്റ് പ്രിപ്പറേഷൻ, പ്രോഫസീസ്, അതിൻ്റെ ഒരുക്കങ്ങൾ. അതുകൊണ്ട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നുവെങ്കിൽ ഒരു പഴയ നിയമ കാലഘട്ട പഠനവും നമ്മുടെ ജീവിതത്തിൽ നീഡഡ് ആണ്. 2 സുവിശേഷം, 3 കാത്തിരിപ്പ്. ഇവിടെ ദൈവത്തിന്റെ ശക്തി 2 വാക്കിൽ വരുന്നു. 1 എക്സോസിയ എന്ന പദവും 2 ഡുനാമിസ്. അതിൽ ഡുനാമിസ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതായി വ്യക്തമാക്കുന്നു. പിന്നീട് പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് അത് ലീഡ് ചെയ്യുക വലിയ സാഹചര്യങ്ങളിലേക്കാണ് പോസ്റ്റ് പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസ്. 1 മാനിഫെസ്റ്റേഷൻ ആണ് നടക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ഡിക്ലറേഷനും പിന്നീട് നടക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. കർത്താവിന്റെ 2ാം വരവിൽ 7 സഭകളോടും ആത്മാവ് സഭകളോട് പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നതും കേൾക്കുന്നതുമായ ഒരു സാധ്യതയിൽ എത്തി നിൽക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവ് പെന്തിക്കോസ്റ്റ് ഒരു ഡേയിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് അല്ല, ലൈഫ് ലോങ്. നമ്മൾ ജനിക്കും മുമ്പും നമ്മുടെ ജനന സമയവും ജനനത്തിന് ശേഷവും കർത്താവിൽ ചേരുന്നിടം വരെയും നമ്മൾ കർത്താവിന്റെ കൂടെ ഉണ്ടായിരിക്കണം. അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ജനതകൾക്ക് പ്രവാചകനാക്കി പ്രവചിക്കുന്ന ദൈവത്തിന്റെ പ്രവചനം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ള പ്രീ പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസും പോസ്റ്റ് പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസും പുതിയ ജെറുസലേമിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന, അവിടെ മറ്റൊന്നിനും സാധ്യതയില്ലാത്ത യേശുക്രിസ്തുവിൽ ലയിക്കുന്ന വലിയ പ്രോസസ്. ഇതിനു വേണ്ടി ദൈവം നമ്മളെ നടത്തട്ടെ. കർത്താവിന്റെ വലിയ കൃപയാൽ ഒരാഗ്രഹം ഹൃദയത്തിലെടുത്ത് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ പ്രിപ്പയർ ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി നടത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പെന്തിക്കോസ്റ്റ്.